എന്താണ് ഉഹദ് യുദ്ധം നടക്കാനുണ്ടായ സാഹചര്യം? ഉഹദ് യുദ്ധം നടക്കാനുണ്ടായ സാഹചര്യം ബദ്ർ യുദ്ധത്തിൽ മക്ക മുശ്രിക്കീങ്ങൾക്കുണ്ടായ കനത്ത പരാജയം. ആ പരാജയത്തിന് തിരിച്ചടിക്കാനും മുസ്ലിമീങ്ങളെയും മദീനയെയും തകർത്ത് തരിപ്പണമാക്കാനും ലക്ഷ്യമിട്ടുകൊണ്ട് മക്കയുടെ പരിസര പ്രദേശങ്ങളിൽ നിന്ന് 3000-ഓളം വരുന്ന മുശ്രിക്കീങ്ങൾ സർവായുധ വിഭൂഷിതരായി മദീന ലക്ഷ്യമാക്കി പുറപ്പെടുകയാണ്. എന്തിനാണ് അവർ മദീനയിലേക്ക് വരുന്നത്? ഹബീബായ നബിയെയും നബിയുടെ സഹാബത്തിനെയും തകർക്കണം, മദീന തകർത്ത് തരിപ്പണമാക്കണം. അതിനവരെ പ്രേരിപ്പിച്ച ഘടകമെന്താണ്? ബദർ യുദ്ധത്തിലെ കനത്ത പരാജയമാണ്. ബദറിലേക്ക് അവര് വന്നിരുന്നത് വലിയ പ്രതീക്ഷയിലായിരുന്നു. എളുപ്പത്തിൽ മുഹമ്മദിന്റെയും കൂട്ടരുടെയും കഥ കഴിച്ച് തിരിച്ചു പോകാം, ഈ പ്രതീക്ഷയിലാണ് അഹങ്കാരം തലയിൽ നിറഞ്ഞവർ ബദറിലേക്ക് വന്നിരുന്നത്. എന്നാൽ ആ ബദറിലായ റബ്ബിന്റെ സഹായമുണ്ടായി. ശത്രുക്കൾക്ക് കനത്ത പരാജയമായിരുന്നു. ഇക്രിമയുടെ ബാപ്പ അബൂജഹൽ അടക്കം ഉത്ബത്തും ശൈബത്തും ഒക്കെയും കൊല്ലപ്പെട്ടു. ഇളിമ്പ്യരായി, നിന്ദ്യരായി, അപമാനിതരായിട്ടാണ് ബദറിൽ നിന്ന് അവര് മക്കയിലേക്ക് പുറപ്പെട്ടത്. എന്നാൽ അവർ മക്കയിലെത്തിയതിനു ശേഷം പിന്നീട് എപ്പോഴും ചർച്ച ഇത് തന്നെയായിരുന്നു. നിരന്തരം കൊല്ലപ്പെട്ടവരുടെ വിലാപ കാവ്യങ്ങൾ അങ്ങനെ പാരായണം ചെയ്തു. കൊല്ലപ്പെട്ടവരുടെ പേരിൽ അപദാനങ്ങൾ വാഴ്ത്തിപ്പാടാൻ തുടങ്ങി, ആ സങ്കടങ്ങൾ പറയാൻ തുടങ്ങി. കൊല്ലപ്പെട്ടവരുടെ ഭാര്യമാര് നെഞ്ചത്തടിച്ച് കരയാൻ തുടങ്ങി. അവസാനം അബൂ സുഫിയാൻ മക്ക ഖുറൈശികളെ ഒരുമിച്ച് കൂട്ടുകയാണ്. അവരെ വിളിച്ചിട്ട് പറയുകയാണ്, നമ്മളെന്ത് മനുഷ്യരാ, നമ്മളിങ്ങനെ ബദർ യുദ്ധത്തിൽ കനത്ത പരാജയം ഏറ്റുവാങ്ങി 70ഓളം നമ്മുടെ കൂട്ടത്തിലെ നേതാക്കന്മാരുൾപ്പെടെ കൊല ചെയ്യപ്പെട്ടിട്ട് വീണ്ടും അപമാനിതരായി ഇങ്ങനെ കഴിയുന്നതിൽ അർത്ഥമുണ്ടോ? ഇങ്ങനെ കഴിയുന്നതിനേക്കാൾ നല്ലത് നമുക്ക് മരിക്കലാണ്, ആത്മഹത്യയാണ്. ഇത് അപമാനമല്ലേ? കൊല്ലപ്പെട്ടത് ആരൊക്കെയാണ്? ഇക്രിമയുടെ പിതാവായ നമ്മുടെ നേതാവായ അബൂജഹൽ കൊല്ലപ്പെട്ടില്ലയോ? ഉത്ബത്തും ശൈബത്തും പ്രമാണിമാര് പലരും കൊല്ലപ്പെട്ടില്ലയോ? ഇനിയും നമ്മളിങ്ങനെ നോക്കി നിൽക്കുന്നത് ശരിയാണോ? കണക്ക് ചോദിക്കണ്ടേ? അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഉള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ട് അതിനു വേണ്ടി തയ്യാറാവണം. വലിയ ഒരു ഫണ്ട് കളക്ഷൻ സംഘടിപ്പിച്ചു, സാമ്പത്തികമായി വലിയ സമ്പാദ്യം ശേഖരിച്ചു. അവര് ഉഹദിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങാൻ. മാത്രല്ല അബൂ സുഫിയാൻ പറഞ്ഞു, നമ്മുടെ നിലനിൽപ്പ് ഇവിടെ കച്ചവടം കൊണ്ടാണ്, കച്ചവടത്തിൽ ലഭിക്കുന്ന ലാഭമാണ് നമ്മുടെ നിലനിൽപ്പ്. നമുക്കാവട്ടെ കച്ചവടം ചെയ്യണമെങ്കിൽ മദീനയുടെ പരിസരത്തിലൂടെ, മദീനയുടെ ഭാഗത്തുകൂടെ ഷാമിലേക്ക് പോണം, സിറിയയിലേക്ക് പോണം. എന്നാൽ മദീനയിൽ മുസ്ലിമീങ്ങൾ വലിയ ആഘോഷത്തിലും സന്തോഷത്തിലും വിജയത്തിലുമാണ്. ഇനി അതിലൂടെ അങ്ങോട്ട് പോകാൻ അവർ നമ്മളെ അനുവദിക്കുമോ എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട്. അതുകൊണ്ട് എല്ലാവരും തയ്യാറാവണം. 3000-ഓളം ആളുകളെ സംഘടിപ്പിച്ചു. കേൾക്കേണ്ട സഹോദരാ സഹോദരി, അബൂ സുഫിയാന്റെ ഭാര്യയും തുഐമത്തിന്റെ മകളുമായ ഹിന്ദായിരുന്നു സ്ത്രീകളുടെ നേതാവ്. ശ്രദ്ധിക്കണം. പറയുന്ന കാര്യം അർഹിക്കുന്ന ഗൗരവത്തിൽ തന്നെ ഉൾക്കൊള്ളണം. അള്ളാഹു ഇതൊക്കെ ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ. മഹാന്മാരെ കുറിച്ച് നമ്മൾ പറയാണ്, ശുഹദാക്കളെ കുറിച്ച് പറയാണ്. ആ ഉഹദിന്റെ രംഗാണ് നമ്മൾ പറയുന്നത്. അല്ലാഹുവേ, അവരുടെയൊക്കെ കൂടെ സ്വർഗം പുൽകാൻ തൗഫീക്ക് നൽകണേ അല്ലാ. സ്ത്രീകളും മക്കയിൽ നിന്ന് പുറപ്പെടുകയാണ്.
പാട്ടുപാടി ആവേശം കൊള്ളിക്കാനും എന്തിനും നിങ്ങളെ ആവേശഭരിതരാക്കാൻ ഞങ്ങളുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് കള്ളൊഴിച്ചു തരാൻ ഞങ്ങളുണ്ട്. നിങ്ങൾക്ക് ആവേശമുണ്ടാക്കാൻ പാട്ടുപാടാൻ ഞങ്ങളുണ്ട്. ഇതും പറഞ്ഞ് സ്ത്രീകളുമുണ്ട് കൂടെ. ആ സ്ത്രീകളുടെ നേതാവാരാ? അബൂ സുഫിയാന്റെ ഭാര്യയും തുഐമത്തിന്റെ മകളുമായ ഹിന്ദാണ്. തുഐമത്താവട്ടെ ബദറിൽ കൊല ചെയ്യപ്പെട്ടതാണ്. കൊന്നതോ ഹബീബായ നബിയുടെ പിതൃവ്യന് മഹാനായ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹുവാണ്. അതുകൊണ്ട് ഹംസ റളിയല്ലാഹു അൻഹുവിനോടുള്ള പകയും പ്രതികാര ബുദ്ധിയും എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. ഹിന്ദ് അന്ന് തന്നെ തന്റെ അടിമയായ വഹ്ഷിയെ വിളിച്ച് പറയുന്നുണ്ട്, വഹ്ഷി, ഈ യുദ്ധത്തിൽ നമ്മൾ മദീനയിലേക്ക് പുറപ്പെടുകയാണ്. മുഹമ്മദിനെയും കൂട്ടരെയും തകർത്ത് തരിപ്പണമാക്കാനാണ് പോകുന്നത്. ഈ യുദ്ധത്തിൽ ആ ഹംസയെ ചാട്ടുളി ചെയ്ത് നീ വീഴ്ത്തിക്കളഞ്ഞാൽ അതോടുകൂടെ നീ മോചിതനാണ്. പിന്നെ നീ അടിമയല്ല, പിന്നെ നിനക്ക് സ്വതന്ത്രനായി ജീവിക്കാൻ ആവശ്യമായതൊക്കെയും ഞാൻ നൽകും. സ്വാതന്ത്ര്യത്തിന്റെ പ്രതീക്ഷയിൽ വഹ്ഷി പ്രതിജ്ഞയെടുത്തു. എന്ത് ത്യാഗം സഹിച്ചും ഹംസയെ ചാട്ടുളി ചെയ്ത് ഞാൻ വീഴ്ത്തും. ചാട്ടുളിയിൽ അതിവിദഗ്ധനായിരുന്നു വഹ്ഷി റളിയല്ലാഹു അൻഹു. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? അന്ന് ഉഹുദ് യുദ്ധത്തിൽ ശത്രുപക്ഷത്ത് നിലകൊണ്ട് അതിന് നേതൃത്വം നൽകിയവരൊക്കെ പിന്നെ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. ഉഹുദ് യുദ്ധത്തിൽ ശത്രുപക്ഷത്ത് നേതൃത്വം നൽകിയത് അബൂ സുഫിയാനാണ്. പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വന്നു റളിയല്ലാഹു അൻഹു. ഉപനേതാക്കന്മാരായുണ്ടായിരുന്നത് അബൂജഹലിന്റെ മകൻ ഇക്രിമയാണ്. പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വന്നു ഇക്രിമ റളിയല്ലാഹു അൻഹു. പിന്നെയോ സൈഫും മിൻ സുയൂഫില്ലാഹ്, അല്ലാഹുവിന്റെ വാളുകളിൽപ്പെട്ട വാളാണെന്ന് ഹബീബായ നബി തങ്ങൾ വിശേഷിപ്പിച്ച മഹാനായ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു അന്ന് ഉഹദിൽ ശത്രുക്കളുടെ ഉപനേതാവാണ്. പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അബൂ സുഫിയാന്റെ ഭാര്യ ഹിന്ദ് അന്ന് മറുപക്ഷത്താണ്, ശത്രുക്കളുടെ പക്ഷത്താണ്. പിന്നെ അള്ളാഹു ഖൽബ് തുറന്നു കൊടുത്തു, ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അല്ലാഹു അക്ബർ. ഏതായാലും 3000-ഓളം ആളുകൾ സർവായുധ വിഭൂഷിതരായി മക്കയിൽ നിന്നിറങ്ങുകയാണ്. എങ്ങനെയാണ് ഈ വിവരം ഹബീബായ നബി തങ്ങൾ അറിയുന്നതെന്നല്ലേ? നിങ്ങൾ കേൾക്കണില്ലേ? ഹലോ, സ്പീഡ് കൂടിയോ? ഒന്ന് പ്രതികരിക്കും മനുഷ്യന്മാരെ. നിങ്ങൾ എന്നെ കൊണ്ട് എന്നെ പറയിപ്പിക്കല്ലേ? മനസ്സിലാവണില്ലേ പറയുന്നത്? 3000-ഓളം ആളുകൾ സർവസന്നാഹങ്ങളോടും കൂടെ സർവസജ്ജരായി സർവായുധ വിഭൂഷിതരായി മദീനയെയും മുസ്ലിമീങ്ങളെയും തകർത്ത് തരിപ്പണമാക്കണമെന്ന താല്പര്യത്തോടെ ഇറങ്ങാൻ. ഈ വിവരം എങ്ങനെ റസൂലുള്ള അറിയുന്നറിയോ? റസൂലുള്ളാന്റെ പിതൃവ്യനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു അന്ന് മക്കയിലുണ്ട്. അദ്ദേഹം പ്രത്യക്ഷത്തിൽ ഇസ്ലാം സ്വീകരിച്ച് നബിയുടെ കൂടെ വന്നിട്ടില്ല. എന്നാൽ ഉള്ളുകൊണ്ട് നബിയുടെ കൂടെയാണ്. പുറത്തേക്ക് ഇസ്ലാം വെളിപ്പെടുത്തിയിട്ടില്ല. ആ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് എന്നവർ ഒരു ദൂതൻ മുഖേന ഹബീബായ നബി തങ്ങൾക്ക് ഈ വിവരങ്ങളൊക്കെ അറിയിച്ചുകൊണ്ട് കത്തെഴുതി, കത്ത് കൊടുത്തയച്ചു. വിവരം കിട്ടിയപ്പോൾ മുത്തുനബി മദീനത്തുൽ മുനവ്വറയിൽ സഹാബിമാരെ ഒരുമിച്ച് കൂട്ടുകയാണ്. അവരോട് കത്തിന്റെ ഉള്ളടക്കം പറഞ്ഞ്, ഇതാ നമ്മളെ തകർക്കാനായി, ബദറിന് പ്രതികാരം ചോദിക്കാനായി 3000-ഓളം ശത്രുക്കൾ കടന്നു വരികയാണ്. നമ്മൾ എന്തു വേണം? എല്ലാവരും പറഞ്ഞു, പ്രതിരോധിക്കണം, യുദ്ധം ചെയ്യണം. അതിന് മദീനയിൽ നിന്ന് നമ്മൾ പുറത്തു പോകണോ, അല്ലെങ്കിൽ മദീനയിൽ വെച്ച് തന്നെ യുദ്ധം നടത്തണോ? റസൂലുള്ളാഹി മുശാവറ ചെയ്യാൻ അല്ലാഹുവിന്റെ ഖുർആൻ ഹബീബായ നബിയോട് പറഞ്ഞല്ലോ, വശാവിറുഹും ഫിൽ അംരി, കാര്യങ്ങളൊക്കെ മുശാവറ ചെയ്തിട്ട് തീരുമാനിക്കണം എന്ന് പറഞ്ഞില്ലേ?
റസൂലുള്ള മുഷാവറയൊക്കെ നടത്തി. അപ്പൊ പ്രധാനപ്പെട്ട പല സഹാബിമാരും മദീനയിൽ നിന്ന് തന്നെ ആയിക്കോട്ടെ യുദ്ധം, ഇവിടെയുള്ള ഇടവഴികളും ഊടുവഴികളൊക്കെ നമുക്കറിയാം, അവരിവിടേക്ക് കയറി വന്നാൽ അവർക്ക് നമ്മളത്ര പരിചയം ഉണ്ടാവില്ല, അതുകൊണ്ട് പെട്ടെന്ന് പ്രതിരോധിക്കാൻ സുഖമാണല്ലോ എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളൊക്കെ അഭിപ്രായം പറഞ്ഞു. അതേ അഭിപ്രായം തന്നെയായിരുന്നു ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും. എന്നാൽ ഭൂരിപക്ഷം ആളുകൾ, അതായത് ബദറിൽ പങ്കെടുക്കാൻ അവസരം പോലും ലഭിക്കാത്ത പല ചെറുപ്പക്കാരുമുണ്ടായിരുന്നു. അവര് 100 കണക്കിന് ആളുകളുണ്ട്. അവര് പറഞ്ഞു, നബിയേ, മദീനയിലേക്ക് കടന്നു വരാൻ അവരെ അനുവദിക്കരുത് നബിയേ. അവരെ പ്രതിരോധിക്കാനായി മദീനയുടെ പുറത്തേക്ക് നമ്മൾ പോകണം നബിയേ. ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം അതായത് കൊണ്ട് അത് അംഗീകരിക്കുകയാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അല്ലാഹ്, ആ മദീനയും ഉഹുദൊക്കെ ഒന്ന് കാണാൻ ഞങ്ങൾക്ക് തൗഫീക്ക് തരണേ പടച്ചോനെ, ഭാഗ്യം തരണേ റബ്ബേ. അങ്ങനെ മദീനയിലേക്ക് ശത്രുക്കൾ വരുന്ന ആ ഉഹുദ് മാർഗമാണ് അവർ വരുന്നത്. ആ ഉഹുദിലേക്ക് പുറപ്പെടുകയാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഹബീബായ നബിയുടെ കൂടെയുള്ളത് 1000ഓളം ആളുകളാണ്. എന്നാൽ കേൾക്കേണ്ട സഹോദര സഹോദരി, മദീനയിൽ നിന്ന് 1000ഓളം ആളുകൾ ഉഹുദിലേക്ക് പുറപ്പെട്ടു. എന്നാൽ ഉഹുദിന്റെ ചാരത്ത് എത്താൻ നേരത്ത് മുനാഫിക്കീങ്ങൾ പിന്മാറുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ, അവനല്ലേ മുനാഫിക്കുകളുടെ നേതാവ്. അവൻ പറഞ്ഞു, ഞങ്ങൾ യുദ്ധത്തിന് സന്നദ്ധരല്ല. കാരണം മദീനയിൽ വെച്ച് യുദ്ധം ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെന്ന് ഞങ്ങൾ പറഞ്ഞതല്ലേ, ഞങ്ങളുടെ വാക്കിന് വില കൽപ്പിച്ചില്ലല്ലോ, അതുകൊണ്ട് യുദ്ധത്തിനു ഞങ്ങളില്ല. പെട്ടെന്ന് പിന്മാറി 300ഓളം ആളുകൾ. പിന്നെത്ര ബാക്കി? ഇനിയിപ്പോ കാൽക്കുലേറ്റർ തരികയാണോ? 1000-ൽ നിന്ന് 300 ആളുകൾ പെട്ടെന്ന് പിൻവലിഞ്ഞാൽ ബാക്കി എത്ര? 700ഓളം സഹാബിമാർ അവരെ ഉണ്ടായിരുന്നുള്ളൂ. പ്രിയപ്പെട്ടവരെ, യുദ്ധത്തിനുണ്ടായിരുന്നുള്ളൂ. ഉഹുദിലെത്തി ഹബീബായ നബി തങ്ങൾ ആദ്യം ചെയ്തത് സഹാബിമാരെ ഒരിടത്ത് ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ അമ്പെയ്ത്തിൽ വിദഗ്ധരായ 50ഓളം സഹാബിമാരെ ഒരുമിച്ച് കൂട്ടി അവരോടാ ജബലുർ റുമാസ് എന്ന ഒരു പർവ്വതമുണ്ട്, അതിന്റെ മുകളിലേക്ക് കയറി നിൽക്കാൻ പറഞ്ഞു. ഉഹുദിൽ പോയവരൊക്കെ കൂട്ടത്തിൽ ഉണ്ടാവുമല്ലോ. ആരെങ്കിലും പോകാത്തവരുണ്ടെങ്കിൽ അല്ലാഹുവേ നീ അവിടെ എത്തിക്കണേ റബ്ബേ, ഈ ഒരു തേട്ടം കബൂലാക്കണേ റബ്ബേ, ഈ ഒരു തേട്ടം സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങൾക്ക് അവിടെ എത്താനും അത് കാണാനും അവിടെ ചെന്ന് നേടേണ്ട പുണ്യങ്ങളൊക്കെ നേടാനും വലിയ ആഗ്രഹമുണ്ട്. നീ തൗഫീഖ് നൽകണേ റബ്ബേ. സഹോദര സഹോദരി, ശ്രദ്ധിക്കണം. ഹബീബായ നബി തങ്ങൾ അവരോട് പറയുന്നുണ്ട്, പിൻഭാഗത്തിലൂടെ ശത്രുക്കൾ കയറി മലയുടെ മുകളിലേക്ക് കയറി നമ്മളെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാനേറെ സാധ്യതയുണ്ട്. അതുകൊണ്ട് സഹാബിമാരെ, 50 ആളുകളോട് ഹബീബ് പറയുകയാണ്, നിങ്ങൾ അമ്പെയ്ത്തിൽ വലിയ വിദഗ്ധരാണല്ലോ, നിങ്ങളെ പർവ്വതത്തിന്റെ മുകളിൽ തന്നെ നിൽക്കണം. ശ്രദ്ധിക്കണേ, അവരോട് അള്ളാന്റെ റസൂൽ ശക്തിയായി അന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്താ കാര്യം എന്നറിയോ? ഇന്ന റഅയ്തുമൂനാ തഖ്തഫുന ത്വീറു ഫലാ തബറഹു മകാനകും ഹാദാ ഹത്താ അർസിലു ഇലൈക്കും. ഞങ്ങളെ വന്നിട്ട് സാക്ഷാൽ പക്ഷികൾ റാഞ്ചി കൊണ്ടുപോകുന്നത് നിങ്ങൾ കണ്ടാലും നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പാടില്ല. ഞാൻ വിവരം തരുന്നത് വരെ ഒരു കാരണവശാലും ഈ ജബലുർ റുമാത്തിൽ നിന്ന് നിങ്ങൾ ഇറങ്ങാൻ പാടില്ല. ഞങ്ങളെ പക്ഷികൾ വന്നിട്ട് റാഞ്ചി കൊണ്ടുപോകുന്ന കാഴ്ച കണ്ടാൽ പോലും നിങ്ങൾ ഇവിടെ നിന്ന് ഒരു കാരണവശാലും ഇറങ്ങാൻ പാടില്ല. വഇൻ
റഅയ്തുമൂനാ ഹസന്നൽ ഖൗമ വഔതനാഹും വലാ തബ്റഹു ഹത്താ അർസില ഇലൈക്കും. യുദ്ധത്തിൽ എന്ത് സംഭവിച്ചാലും ശത്രുക്കളെ ഞങ്ങൾ പരാജയപ്പെടുത്തി അവരാകെ ദുർബലരായി നിങ്ങൾ കണ്ടാലും, അല്ല ശത്രുക്കൾ ഞങ്ങളെ ഇങ്ങോട്ട് പരാജയപ്പെടുത്തുന്നത് നിങ്ങൾ കണ്ടാലും, ഈ മലയുടെ മുകളിൽ നിന്ന് യാതൊരു കാരണവശാലും നിങ്ങൾ ഇറങ്ങരുതെന്ന് അവരോട് നിർദ്ദേശിക്കുകയാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരൊക്കെ സമ്മതിച്ചു. യുദ്ധം ആരംഭിക്കുകയാണ്. ഒന്നാമതായി മുത്തുനബി ചെയ്തതെന്താണെന്നറിയോ? സഹാബിമാരെ സഫായി നിർത്തുകയാണ്. നേരെ മുന്നിൽ ഹബീബായ നബി തങ്ങൾ നിൽക്കുകയാണ്. എന്നിട്ട് ആദ്യമായി ചെയ്ത കാര്യമെന്താ? ജല്ല ജലാലായ റബ്ബിനോട് മനമുരുകി കണ്ണീരോടെ അങ്ങ് ദുആ ചെയ്യലാണ്. ഏറ്റവും വലിയ ആയുധം വാളല്ല, ഏറ്റവും വലിയ ആയുധം കുന്തമല്ല, ഏറ്റവും വലിയ ആയുധം ദുആയാണ്, തഖ്വയാണ്, തവക്കുലാണ്, ഇലാഹായ റബ്ബിലേക്ക് അലിഞ്ഞു ചേരലാണ്. ആ പാഠം പഠിപ്പിക്കുകയാണ്, ആ ഒരു ആയുധം പ്രയോഗിക്കുകയാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ല്ലാത്തൊരു ദുആയാണ്. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു തന്റെ മുസ്നദിൽ ഈ ദുആ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബദർ ദിവസത്തിൽ, ഉഹദ് ദിവസത്തിൽ ബദറിൽ മുത്തുനബി നടത്തിയതുപോലെ പ്രാർത്ഥനയാണ് ഒന്നാമത്തെ ആയുധമായി പ്രയോഗിച്ചത്. ഹബീബായ നബി തങ്ങൾ ജല്ല ജലാലായ റബ്ബിനെ പുകഴ്ത്തിയിട്ട് ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹുമ്മ ലക്കൽ ഹംദു കുല്ലാ, അല്ലാഹുമ്മ ലാ ഖാബില ലിമാ ബസത്ത വലാ باسط لما قبلت ولا هادي لما أضللت ولا مضل لمن هديت ولا معطي لما منعت ولا مانع لما أعطيت ولا مقرب لما باعدت ولا مبعد لما قربت. اللهم ابسط علينا من بركاتك ورحمتك وفضلك ورزقك. اللهم إني أسألك النعيم المقيم الذي لا يهول ولا يزول. اللهم إني أسألك العون يوم العيلة والأمن يوم الخوف. اللهم إني عائذ بك من شر ما أعطيتنا وشر ما منعتنا. اللهم حبب إلينا الإيمان وزينه في قلوبنا وكره إلينا الكفر والفسوق والعصيان وجعلنا من الراشدين. اللهم توفنا مسلمين وأحينا مسلمين والحقنا بالصالحين غير خزايا ولا مفتونين. اللهم قاتل الكفرة الذين يكذبون رسلك ويصدون عن سبيلك. അതിന്റെ അർത്ഥം പറയണമെന്നുണ്ട്, പക്ഷെ അർത്ഥം പറയാൻ നിന്നാൽ നമുക്ക് ആ ഉഹദീങ്ങളുടെ തവസ്സുൽ ബൈത്ത് ചൊല്ലാൻ കഴിയൂല. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്കൊന്നും കടക്കണില്ല. മുത്തു റസൂൽ എല്ലാം അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ച് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യാം. പിന്നെ യുദ്ധം തുടങ്ങി. ശത്രുക്കൾക്ക് കനത്ത പരാജയം തന്നെ. അവരെല്ലാം ഉപേക്ഷിച്ച് തടിയുമായി ഓടുകയാ. മുസ്ലിമീങ്ങൾക്ക് പ്രത്യേകിച്ച് ബദറിൽ പങ്കെടുക്കാൻ അവസരം കിട്ടാത്ത ചില ചെറുപ്പക്കാരുണ്ടായിരുന്നു. അവരുടെ ആവേശത്തിന് കയ്യും കണക്കും ഉണ്ടായിരുന്നില്ല. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, യുദ്ധമെന്ന് തുടങ്ങിയപ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ ഓടി വന്ന് മുത്തുനബിയോട് ചോദിക്കുകയാണ്, അറഅയ്ത ഇൻ ഖുതിൽതു ഫഅയ്ന അനാ യാ റസൂലല്ലാഹ്. ഞാൻ ഈ യുദ്ധത്തിൽ ഷഹീദായാൽ ഞാൻ എവിടെയായിരിക്കും നബിയേ?
ഹബീബ് പറയുന്നുണ്ട്, എന്താണ് സംശയം? സ്വർഗത്തിൽ തന്നെ. അപ്പോൾ കയ്യിലുള്ള ഏതാനും കാരക്കയുണ്ടായിരുന്നു, അതവിടെ ഇട്ടിട്ട് പോയി യുദ്ധം ചെയ്തു, ഷഹീദായി. അതിശക്തമായ പോരാട്ടം. ചില സഹാബിമാരുടെ പോരാട്ടങ്ങളൊക്കെ എടുത്തു പറയേണ്ടതുണ്ട്, സമയം അനുവദിക്കുന്നില്ല. മുസ്ലിമീങ്ങൾക്ക് വൻ വിജയം. അപ്പോൾ കേൾക്കണോ നിങ്ങൾക്ക്? ഈ മലയുടെ മുകളിൽ നിർത്തിയ കുറെ സഹാബിമാര് പറഞ്ഞു, ഇനിയിപ്പോ എന്തിനാ നമ്മൾ ഇവിടെ നിൽക്കുന്നത്? ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമല്ല. യുദ്ധത്തിൽ ശത്രുക്കൾ പല സ്വത്തും ഉപേക്ഷിച്ചിട്ട് പോകുന്നുണ്ട്, അത് ഗനീമത്ത് സ്വത്താണ്. അത് ആ മുസ്ലിമീങ്ങൾ അത് വാരിക്കൂട്ടുന്നുണ്ട്, വരൂ നമുക്കും ചേർന്നത് വാരിക്കൂട്ടാം എന്ന് പറഞ്ഞ് ഏകദേശം 38ഓളം ആളുകൾ അട്ടിറങ്ങി മലയിൽ. അബ്ദുല്ലാഹിബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, പടച്ചോനെ, അനസീതും മാ ഖാല ലക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് നിങ്ങൾ മറന്നുപോയോ? എന്ത് വന്നാലും എന്റെ അറിയിപ്പില്ലാതെ ഒരിക്കലും നിങ്ങൾ ഇറങ്ങരുതെന്ന് മുത്തുനബി പറഞ്ഞതല്ലേ? അവര് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതിന്റെ താല്പര്യം എന്താ? യുദ്ധത്തിൽ നമുക്ക് വിജയം കിട്ടണമെന്നല്ലേ? അത് കിട്ടിയില്ലേ? ഏതായാലും അവരിറങ്ങുകയാണ്. ഈ തക്കം പാർത്തുകൊണ്ട്, ഈ അവസരം ഉപയോഗപ്പെടുത്തി ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു പിന്തിരിഞ്ഞോടുന്ന ശത്രുക്കളെ വിളിച്ചു കൂട്ടുകയാണ്. ഈ ജബലുർ റുമാത്തിന്റെ മുകളിലേക്ക് കയറിയിട്ട് പിന്നിലൂടെ ആക്രമണം ആരംഭിക്കുകയാണ്. പെട്ടെന്നുള്ള ഈ ആക്രമണത്തിൽ മുസ്ലിമീങ്ങളാകെ അമ്പരന്നു പോയി. പിന്നിലൂടെയുള്ള ആക്രമണത്തിൽ ശക്തമായ പരിക്കേറ്റു. ഹബീബായ നബിയുടെ പല്ല് പൊട്ടിപ്പോയി. റസൂലിന്റെ നെറ്റി മുറിയായി. അല്ലാഹുവിന്റെ ഹബീബിന് പോലും വല്ലാത്ത അസ്വസ്ഥതകൾ ഉണ്ടായി. വഷിയാവട്ടെ തിരഞ്ഞു നടക്കുന്നത് ഹംസത്തുൽ ഖർറാർ റളിയല്ലാഹു അൻഹുവിനെയാണ്. ഹംസ റളിയല്ലാഹു അൻഹു യുദ്ധത്തിൽ വലിയ നൈപുണ്യമുള്ള ആളാണ്. പക്ഷേ പിന്നിലൂടെ വന്നിട്ടുള്ള പെട്ടെന്നുള്ള ആക്രമണത്തിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ചാട്ടുളി ചെയ്തോ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചത്ത് ചാട്ടുളി കൊണ്ടോ ഹംസ റളിയല്ലാഹു അൻഹു പിടഞ്ഞു വീഴുകയാ. രക്തം നെഞ്ചകത്ത് നിന്ന് ചീറ്റിയൊലിക്കുകയാണ്. ഹംസ റളിയല്ലാഹു അൻഹുവിനൊന്നും ചെയ്യാൻ വയ്യ. ഹിന്ദെന്ന പെണ്ണ് നോക്കുന്നത് ഈ രംഗം മാത്രമാണ്. അവള് അലറി വിളിച്ചോടി വരികയാണ്. തന്റെ വാളുകൊണ്ട് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ വാരിയെല്ലുകൾ വെട്ടിപ്പൊളിക്കുകയാണ്. കരള് മാന്തിയെടുക്കുകയാണ്. അത് കടിച്ചു തുപ്പുകയാണ്. സുബ്ഹാനല്ലാഹ്. من قتل بالسهم لوحشي بلا رحم ونفديك بكل دم بكم يا حمزة الكرار. മഹാനായ ഹംസത്തുൽ ഖർറാർ റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ രണാങ്കളത്തിൽ ഇന്ന ഈ അവസ്ഥകൾക്കൊക്കെയും വിധേയനായി. ഈ രംഗം കണ്ടു പൊട്ടി പൊട്ടി കരഞ്ഞുപോയി മുത്ത് മുഹമ്മദ് മുസ്തഫ. ആക്രമണത്തിൽ അറിയോ നിങ്ങൾ, 70ഓളം സഹാബിമാർ ഷഹീദായി. 70ഓളം സഹാബിമാർ. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഷഹീദായി. മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഷഹീദായി. ബഹുമാനപ്പെട്ട മഹാനായ ഹംസത്തുൽ ഖർറാർ റളിയല്ലാഹു അൻഹു ഷഹീദായി. ഹല്ലല റളിയല്ലാഹു അൻഹു ഷഹീദായി. ഹല്ലല റളിയല്ലാഹു അൻഹു ജനാബത്തുകാരനായിട്ടാണ് പ്രിയപ്പെട്ടവരെ യുദ്ധത്തിൽ പങ്കെടുത്തത്. അദ്ദേഹത്തെ കുളിപ്പിച്ചത് മാലാകമാരാണെന്ന് മുഹമ്മദ് മുസ്തഫ. പെട്ടെന്ന് അദ്ദേഹം കല്യാണമൊക്കെ കഴിഞ്ഞ് ഭാര്യയുമായി ക്ഷയിക്കുന്ന സമയത്താണ് യുദ്ധത്തിന്റെ വിളിയാളം കേൾക്കുന്നത്. പിന്നെ ഒന്നിനും തയ്യാറായില്ല. വേഗം യുദ്ധത്തിന് പോയി, യുദ്ധം ചെയ്തു, ഷഹീദായി. ജനാബത്ത് കുളിച്ചിരുന്നില്ല, കുളിപ്പിച്ചത് പിന്നെ മലക്കുകളാണ്.
ഇങ്ങനെ 70ഓളം സഹാബിമാർ ഷഹീദായി. ആ സഹാബിമാരിൽ നേതാവാണ്, മൊത്തത്തിൽ ശുഹദാക്കളുടെ നേതാവാണ് മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ടവരെ, ഒന്നവരെ തവസ്സുലാക്കിയിട്ട് നമുക്ക് നമ്മുടെ റബ്ബിനോട് ദുആ ചെയ്യാം. എല്ലാവരും ശ്രദ്ധിക്കുക, എന്റെ കൂടെ നിങ്ങളുടെ മനസ്സുണ്ടാകണം. ഇത് കേവലം ഒരു കേൾവിയും ചെല്ലലും പാടലും ആകരുത്. ഇതാ ബദ്രീങ്ങൾ മഹാന്മാരായ ഉഹദീങ്ങളുമായി അഭേദ്യമായ ഒരു ബന്ധമുണ്ടായി കിട്ടാൻ കാരണമാകണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഉഹദിന്റെ കഥകളൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. മുസ്ലിമീങ്ങൾ അന്ന് വല്ലാത്ത ദയനീയമായൊരവസ്ഥയിലായിരുന്നു. സത്യത്തിൽ ആദ്യം മുസ്ലിമീങ്ങൾക്ക് വൻ വിജയമുണ്ടായി. പിന്നീട് പിന്നിൽ നിന്നുള്ള ആക്രമണത്തിൽ വലിയ പരാജയം ഉണ്ടായി. എന്തേ ആ പരാജയം വരാനുണ്ടായ കാരണം? എന്തേ കാരണം? ഒരു വാക്ക് ലംഘിച്ചു. ആരെ വാക്ക്? മുത്തുനബിയുടെ വാക്ക്, നേതാവിന്റെ വാക്ക്. നേതാവിന്റെ നിർദ്ദേശം ലംഘിച്ചപ്പോൾ കനത്ത പരാജയമാണ് അവിടെ നേരിട്ടത്. ഇതൊക്കെ വലിയ പാഠാണ്, നമുക്ക് ചിന്തിക്കേണ്ടതാണ്. പടച്ചവനെ, ഐക്യത്തിലും ഒരുമയിലും നിൽക്കുമ്പോഴേ എപ്പോഴും രക്ഷ കിട്ടൂ. അല്ലാഹു ഉമ്മത്തിൽ വലിയ ഐക്യവും ഒരുമയും നൽകട്ടെ. പിന്നീട് മുസ്ലിമീങ്ങൾ ഉഹദിൽ നിന്ന് ശക്തമായ പാഠങ്ങൾ ഉൾക്കൊണ്ടു. പിന്നീട് നടന്ന യുദ്ധങ്ങളിലൊക്കെ വൻ വിജയം ലഭിക്കാൻ ഇത് കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. ശത്രുപക്ഷത്ത് നിന്ന് 20-ൽ ചില്ലാനം ആളുകളെ കൊല ചെയ്യപ്പെട്ടുള്ളൂ. ചുരുക്കത്തിൽ ആ മഹാന്മാരായ ശുഹദാക്കൾ നമ്മൾ ഈ മദീന സിയാറത്തൊക്കെ ചെയ്യുമ്പോൾ ഉഹദിലേക്ക് പോകും. ഉഹദ് മരയെക്കുറിച്ച് വിശദീകരിക്കും, ആ യുദ്ധത്തെക്കുറിച്ച് വിശദീകരിക്കും. അവിടെയുള്ള ജബലുർ റുമാത്ത് നമ്മൾ കാണും. പടച്ചോനെ, അല്ലാഹു നമ്മളൊക്കെ ഹൈറായ നിലയിൽ അവിടെ എത്തിക്കട്ടെ.